ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ബാലൻ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിലുള്ള ഒരു ഫിലിമാണ്. ഈ മൂവി ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഒരു അമ്മയുടെയും മകൻ്റെയും ലൈഫാണ്. ഫസ്റ്റ് തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ആരോരുമില്ലാത്തവരാണ്, ഓർഫൻസാണ്. അതിന് ധാരാളം കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫാണ്, അവരുടെ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ അവർ കണ്ടുമുട്ടുന്നവർ, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ്, അത് അവരെങ്ങനെ അഭിമുഖീകരിക്കുന്നു, അതവരെങ്ങനെ തരണം ചെയ്യുന്നു, അതാണ് സിനിമ പറയുന്നത്. പിന്നെ അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം, ഇതിലെ അമ്മ ഫർസാന പാലത്തിങ്കൾ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് അത് ചെയ്തിരിക്കുന്നത്. മകനായിട്ട് വരുന്നത് ആദിശേഷൻ എന്ന് പറഞ്ഞൊരു മോനാണ്. അടിപൊളിയായിട്ട് അമ്മയും മോനും അഭിനയിക്കുകയല്ല, അവർ ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. നല്ല നല്ല ഇഷ്ടപ്പെടും അവരുടെ. അപ്പം ആ അമ്മ മകന് സിറ്റുവേഷൻസിലൂടെ എങ്ങനെ കടന്നു പോകണം. അപ്പം കള്ളത്തനം കാണിക്കാനല്ല, ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഇപ്പോൾ സിനിമയിലുടനീളം ഒരിക്കലും കള്ളത്തനം കാണിക്കുന്നതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. എങ്ങനെ ആ സിറ്റുവേഷൻ തരണം ചെയ്യാം. ചിലപ്പോൾ ചിലവർക്ക് അത് കള്ളത്തനം പോലെ തോന്നി, എനിക്ക് തോന്നിയതാണ്. അത് നല്ല രസമായിരുന്നു. പലയിടത്തും വരുമ്പോഴത്തേക്കും ചില സിറ്റുവേഷനൊക്കെ വരും, ഇതിനി ഇവരെങ്ങനെ രക്ഷപ്പെടും, അതൊക്കെ നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് ഇതിലുണ്ട്. അത് അവർ ചെയ്യുന്നത് പ്ലോട്ട് ട്വിസ്റ്റുകളും അതും നല്ല രീതിയിൽ അവർ കൊണ്ട്, ഭയങ്കരമായ ഇതല്ല, നല്ല രീതിയിൽ കറക്റ്റായിട്ട് എവിടെ കൊണ്ട് ചേർക്കണം അവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ സിനിമ ഒരു സ്ലോ പേസിൽ പോകുന്നതാണ്. ഒരു പൊട്ടലും ചീറ്റലും അങ്ങനെയൊന്നുമില്ല, ഒരു ഒഴുക്കിന് അങ്ങനെ പോവുകയാണ്. അത് നമ്മൾ കണ്ടിരുന്ന് ഇരുത്തും. അതിശേഷൻ കുഞ്ഞു മോനും പിന്നെ ഈ മോൻ വളർന്നു വരുന്ന ഒരു മോനെ കാണിക്കുന്നുണ്ട്. അടിപൊളി അഭിനയം. ഞാനും വൈഫും ആണ് കാണാൻ പോയത് സിനിമ. ആ മോൻ്റെയൊക്കെ അഭിനയം കണ്ടപ്പോഴത്തേക്കും അമ്മ എന്നവൻ വിളിക്കുന്നത് കേട്ട് എൻ്റെ വൈഫ് ഇരുന്ന് കരയണത് ഞാൻ കണ്ട്. മുഹമ്മദ് സിനാൻ എന്നാണ് പുള്ളിയുടെ പേര്. നല്ല അഭിനയമായിരുന്നു ആ മോൻ. പിന്നെ ഇതിലൊരു അമ്മൂമ്മ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് അമ്മച്ചി. അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ബീന ആൻ്റണി വരുന്നുണ്ട്. എല്ലാവരും മനോഹരമായ പെർഫോമൻസ് ആണ്. ടൊവിനോ തോമസ് ആണെങ്കിലും ജീൻ പോൾ ലാലാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ അവരുടെ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ബാലൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയപ്പം ഒരു സന്തോഷം തോന്നി. ഞാൻ കൂടുതലായിട്ടൊന്നും സിനിമയെക്കുറിച്ച് പറയാത്തതാണ്. കാര്യം കൂടുതലായിട്ട് സ്പോയിലേഴ്സിൽ പോകേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ ചെയ്താൽ പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ട് കാര്യമില്ല. കാണേണ്ട ചില കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.